നല്ല പോസിറ്റീവായിട്ട് പോകും. അതേസമയം നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഫ്യൂവലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മൂഡ്, നമ്മുടെ ബ്രെയിന് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം. അതുകൊണ്ട് തന്നെ അതിൽ വലിയൊരു പങ്കുണ്ട് നമ്മുടെ മൈൻഡിന് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും പല ടൈം തോന്നിയിട്ടുള്ളതാണ് എന്ന് വെച്ചാൽ, പെൺകുട്ടികൾ കരയുമ്പോൾ ആൾക്കാരൊന്നും പറയാറില്ല അല്ലേ, എന്ന് വെച്ചാൽ പോട്ടെ എന്നുള്ളത്. അതേസമയം ഇപ്പോൾ ആൺകുഞ്ഞുങ്ങൾ, അതായത് കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടേ ആൺകുട്ടികൾ കരഞ്ഞു കഴിഞ്ഞവൻ അയ്യേ നാണക്കേട്, ആൺകുട്ടികൾ കരയാൻ പാടില്ല അങ്ങനെ പറയാം. എന്തിനാ അങ്ങനെ പറയണേ? ഞാൻ പലപ്പോഴും അതിനെ എതിർക്കാറേ ഉള്ളൂ. കാരണം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒരേ ഫീലിങ്സ് അല്ലേ. ഇപ്പം ആൺകുട്ടികൾ എന്താ ഫീലിങ്സ് വന്നാൽ കരയരുന്നുണ്ടോ? അവരുടെ മനസ്സെന്താ എന്താ പറയുക, കല്ല് വെച്ചാണോ ഉണ്ടാക്കി വെച്ചത്? ഒരിക്കലും അല്ല. അപ്പോൾ ഒരിക്കലും കുഞ്ഞിലെ മുതലേ ഇപ്പം നമ്മുടെ വീട്ടിൽ ഗ്രാൻഡ് പേരൻസോ അല്ലെങ്കിൽ അങ്ങനെ പ്രായമുള്ള അവരൊക്കെ ആയിരിക്കും മിക്കവാറും പറയുന്നത് ആൺകുട്ടികൾ കരയാൻ പാടില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത്. ഫീലിങ്സ് വന്നാൽ, അതായത് കരയാൻ തോന്നി നമ്മൾ കരയുക, അതിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാ രീതിയിലും അവരുടെ ഫീലിങ്സിനെ നമ്മൾ സപ്രസ് ചെയ്യുക ചെയ്യുന്നത്. അതുപോലെ ഒരിക്കലും കുഞ്ഞുങ്ങളുടെ മുന്നിൽ അവരെക്കുറിച്ചുള്ള